ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് ന്യൂസസാണ്. പ്രത്യേകിച്ചും MG യൂണിവേഴ്സിറ്റി കോട്ടയത്തിൻ്റെയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം PG BEd അഡ്മിഷൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പം അലോട്ട്മെൻറ്റായി കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനൊരു ടെമ്പററി ആയിട്ടൊരു അഡ്മിഷൻ എടുക്കുക അവിടെ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ വരെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണെങ്കിൽ നേരിട്ട് തന്നെ എടുക്കാം, അഡ്മിഷൻ എടുത്തു. അതല്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു അഡ്മിഷൻ എടുത്ത് വയ്ക്കുക. അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ താൽക്കാലികമായി എടുത്തു വയ്ക്കുന്ന ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കോളേജാണെങ്കിൽ ആ കോളേജ് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് നാളെ വൈകുന്നേരം 2 മണി വരെ, 2-ാം തീയതി 4 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക, 2-ാം തീയതി 4 മണി വരെയാണ് അതിൻ്റെ അവസാനത്തെ ഡേറ്റും സമയവും. നാളെയാണ്, നിങ്ങളെല്ലാവരും ഓർക്കുക. അടുത്തതെന്ന് പറയുന്നത് 4th സെമസ്റ്റർ BVOC ഫാഷൻ ഡിസൈനിങ് മാനേജ്മെൻറ്റ് ഫാഷൻ ടെക്നോളജി 23-22 റെഗുലർ അഡ്മിഷൻ, അതുപോലെ തന്നെ 22-18 റീ അപ്രൻസിന് വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻസാണ്. അപ്പോൾ അത് 7-ാം തീയതി തൊട്ട് 11 വരെയുള്ള ഡേറ്റുകളിലാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പേപ്പറാണിത്, നിങ്ങളത് നോക്കി വായിക്കുക. അപ്പം നിങ്ങളേതാണോ സബ്ജക്റ്റ് അതിലേക്ക് തന്നെ കൊടുക്കുക നോക്കുക. എല്ലാവരും ഓർക്കുക. അപ്പോൾ 7 തൊട്ട് 11 വരെയാണ് ഡേറ്റ്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് പേപ്പറിൽ സംശയമുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. ചില സമയത്ത് റീവാലുവേഷൻ ഹെൽപ്ഫുള്ളാണ്. മാർക്ക് ചിലപ്പോൾ കൂടിക്കിട്ടും. ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പറായാലും നല്ല മാർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കുക. അതിൻ്റെ ഡേറ്റ് 13 വരെയാണ്. ഇപ്പോൾ റീവാലുവേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ അറിയില്ലെങ്കിൽ അത് കമൻറ്റിൽ പറയുക. ഞാൻ അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ മൊബൈലിലായാലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് റീവാലുവേഷൻ. അപ്പം ഏകദേശം ഒരു 500 രൂപയ്ക്ക് 10 വരെയാണ് ഉള്ളൂ. അപ്പം നിങ്ങളത് നോക്കുക. അതിന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെയുള്ള സെക്കൻഡ് സെമസ്റ്ററിൻ്റെയാണ് BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്, വിഷ്വലൈസിങ് ആർട്ട് ആൻഡ് വിഷ്വലൈസിങ് എഫക്റ്റ് 2023 അഡ്മിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് അഡ്മിഷൻ, അതേപോലെ തന്നെ 18-19 20-21 2023 ഇമ്പ്രൂവ്മെൻറ്റ് അഡ്മിഷൻ ഇമ്പ്രൂവ്മെൻറ്റും 17 റീ അപ്പിയറൻസിൻ്റെയും ഒരു പ്രാക്ടിക്കലിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതാണെങ്കിൽ കണ്ടോ, അതിൻ്റെ ഡേറ്റ് 14 തൊട്ട് 16 വരെയാണ്. എല്ലാത്തിൻ്റെയും BA ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റ് കണ്ടല്ലോ. അതേപോലെ തന്നെ BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്കൽ ഡിസൈന് 14 തൊട്ട് 16 വരെ. BA വിഷ്വൽ ആർട്ട് 14 തൊട്ട് 16 വരെ ഉണ്ട്. ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈന് 14 തൊട്ട് 16 വരെ ഉണ്ട്. BA വിഷ്വൽ ആർട്ട് 14-ാം തീയതി എഞ്ചിനീയറിംഗ് ഗ്രാഫിക് ആർക്കിടെക്ട് ഡ്രോയിങ് ആണ്. BA ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റും 15 തൊട്ട് 17 വരെയാണ്. BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്കൽ ഡിസൈന് KM കോളേജ് വാഴക്കാല എറണാകുളം, അതും 14 തൊട്ട് 15 വരെയാണ്. ഇതിൻ്റെ എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. എനിക്കറിയില്ല ഇതെങ്ങനെയാണെന്ന്. BA ആനിമേഷൻ ഒന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും. കോളേജിൻ്റെ സെൻറ്ററെല്ലാം ഈ ഒരു വീഡിയോ തന്നെയുണ്ട്, പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി താഴെ കമൻറ്റിൽ. ഇപ്പം ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ പറയുക, ഞാൻ അയച്ചു തരുന്നതായിരിക്കും എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. നെക്സ്റ്റ് വീഡിയോ വേണമെങ്കിലും ലൈക്ക് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.